ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വരൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. ദോഷമാവുള്ളവരെല്ലാം ഇങ്ങോട്ട് വരൂ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തേൻമിഠായിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് മുന്നിൽ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ കരസ്ഥമാക്കൂ പ്രിയപ്പെട്ടവരെ. സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ കരസ്ഥമാക്കൂ. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനവും എനിക്കൊരു ആശ്വാസവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉടൻ തന്നെ കരസ്ഥമാക്കൂ. എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എല്ലാ കടപ്പാടുകളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. കണ്ടില്ല, നിങ്ങൾ അടിപൊളി ഓരോ തേൻമിഠായി നിങ്ങളുടെ കൺമുന്നിൽ അമ്മാനമാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓടിപ്പോകുന്നത്? വരൂ, ഇങ്ങോട്ട് നോക്കൂ. സോഫ്റ്റ് ആയിട്ടുള്ള 3 ബട്ടണുകളും ഒന്നിച്ച് വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ഒന്നിച്ച് ക്ലിക്ക് ചെയ്യൂ പ്രിയപ്പെട്ടവരെ, ഒന്നിച്ച് ക്ലിക്ക് ചെയ്യൂ. ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ രാവിലത്തെ ദോശമാവാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ദോശമാവ് എന്ന് പറഞ്ഞാൽ ഉഴുന്നു ദോശയുടെ മാവാണ്. ലൈക്ക് ബട്ടൺ വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ലൈക്ക് നെക്കി പിടിച്ച് ഡിസ്ലൈക്ക് ആക്കി മാറ്റരുത്. അത്രയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. മൈദ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നത്? മൈദ നമുക്ക് കുറുക്ക് രൂപത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കഷ്ടപ്പെട്ട് മൈദ ചേർക്കുന്നത്. കണ്ടില്ല നിങ്ങൾ? ഇതേപോലെ ചേർത്തിട്ട് നമ്മൾ കച്ചിട്ട് കിളുമ്പിയാണ്ട് ഇളക്കി യോജിപ്പിച്ച് അവിടെ മാറ്റി വെച്ചേക്കാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് എന്താ ഉണ്ടാക്കിയെടുക്കുന്നത്? പഞ്ചാര ലായനിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ലൈക്ക് ബട്ടൺ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേഗം ഒന്ന് പോയാണ്. അപ്പോൾ ലൈക്ക് ബട്ടൺ അവിടുന്ന് മിന്നുന്നതാണ്. കണ്ടില്ലേ? നമ്മൾ പഞ്ചാര ലായനി ഒരു 3/4 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ വേഗം പഞ്ചാര ലായനി ഉണ്ടാക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, കുട്ടികൾ ഗ്യാസും കുറ്റിമേൽ കയറിയിരിക്കുന്നത്. 2 കുറ്റിമേൽ ഒന്നിച്ച് കയറാൻ പറ്റാത്ത സങ്കടത്തിൽ അവരെ നിരാശയോടുകൂടി അവിടെ ഇരിക്കുന്നു. കണ്ടില്ലേ? നമ്മൾ എന്താ ചെയ്യണത്? കളർ ചേർത്ത് കൊടുക്കുന്നു. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ കളറുണ്ട്. അതുകൊണ്ട് അത് ചേർത്ത് 2-3 ഡ്രോപ്പ് ചേർത്ത് ഞാൻ വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നു. കണ്ടില്ലേ? ഈ ഒരു പരുവമായാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താം. കണ്ടില്ലേ? ഞാൻ ഇവിടെ നിർത്തിയിട്ടില്ല. ഒരൊറ്റ ഡ്രോപ്പും കൂടി ഇതിലേക്ക് ഉറ്റിച്ച് കൊടുത്തുകൊണ്ട് ഞാൻ വീണ്ടും പഞ്ചാര ലായനി തിളപ്പിച്ചെടുക്കുന്നു. നന്നായിട്ട് തിളച്ച് കുറുകി വന്നോട്ടെ, എന്നിട്ട് ഓഫാക്കി എടുക്കാം. ഈ ഒരു കുറുന്നനെ പോരാ, ഒന്നും കൂടി കുറുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പരുവം. കണ്ടില്ല നിങ്ങൾ? ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. കണ്ടില്ല? നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്കാണ് നമ്മൾ ഇങ്ങനെ ഓരോ ഡ്രോപ്പ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. 1 സ്പൂൺ എടുത്തിട്ട് ചെയ്യുകയാണ് നല്ലത്. കണ്ടില്ലേ? ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അത് മാവ് പൊങ്ങി വരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ തേൻമിഠായിയുടെ റെസിപ്പി കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ. കണ്ടില്ലേ? ഇങ്ങനെ ഓരോ വീഡിയോ നിങ്ങളുടെ കൺമുന്നിൽ അമ്മാനമാടുമ്പോൾ നിങ്ങൾ വരൂ, ഇങ്ങോട്ട് വരൂ. നമുക്ക് ഒന്നിച്ച് മുന്നേറാം പ്രിയപ്പെട്ടവരെ. ഇതുപോലുള്ള ഓരോ വീഡിയോ നിങ്ങൾക്ക് എവിടുന്ന് മുങ്ങി തപ്പി കിട്ടാനാ? ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓരോ റെസിപ്പികൾ നിരീക്ഷണത്തിലൂടെ വിധേയമായി നിങ്ങൾക്ക് മുന്നിൽ വിജയിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിരിക്കൂ. അത്രയൊക്കെ തന്നെ പറയാലത്. കണ്ടില്ലേ? ഇതുപോലെ ഓരോ റെസിപ്പികൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ ആയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ചെറുതീയിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. കരിക്കട്ടയാക്കരുത് പ്രിയപ്പെട്ടവരെ. കരിക്കട്ടയായാൽ അത് ചുവക്കുന്നതെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസപ്പെട്ടിട്ട് കറുത്ത ചുവ വരുന്നതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കരിക്കട്ട എന്ന് പറഞ്ഞാൽ കറുപ്പല്ലേ, അതുകൊണ്ടാണ് കറുത്ത ചുവ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ഉദ്ദേശിക്കാം പ്രിയപ്പെട്ടവരെ. ഇതുപോലെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരുമ്പോൾ എന്താണ് ഒരു ആശ്വാസം, എന്താണ് ചൊറുക്ക്, എന്താണ് ലുക്കിലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ആ തേനിൻ്റെ റെസിപ്പിയിലേക്കല്ല, പഞ്ചാര ലായനിയുടെ റെസിപ്പിയിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ലായനിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ലായനിക്ക് ഞാൻ ഇടുന്ന വീഡിയോ ഉണ്ടോ ഇല്ലേന്ന് പഠിച്ചോൻ എന്നെ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യേണ്ടി? ആ കണ്ടില്ലേ? ഇതാണ് ആ ലായനി. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കണ്ട് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലാണ് കടന്നോട്ടെ. ഇനി നമ്മൾ അടുത്ത മാവും ഇതിലേക്ക് കോരി ഒഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്കല്ല കോരി ഒഴിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. നമ്മൾ
ചട്ടിയിലേക്കാണ് കോരി ഒഴിക്കേണ്ടത്. അങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഓരോ ട്രിപ്പും നമ്മൾ ഒഴിച്ചെടുക്കുന്നു. അങ്ങനെ കുട്ടികൾ ഓരോ ട്രിപ്പും ഒഴിച്ചെടുക്കുന്നത് അതുപോലെ അതേ സ്പീഡിൽ തന്നെ കൊണ്ടുപോകുന്നു. ഞാൻ ചുട്ടെടുക്കുന്നത് മുഴുവനായിട്ട് അവർ കൊണ്ടുപോകുന്നു. ഞാൻ ഇവിടെ വീണ്ടും കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്നും കൂടി കുറുക്കി നിങ്ങളോട് പറഞ്ഞില്ലേ. കുറുക്കിയ പരുവം ഇതാണ് പ്രിയപ്പെട്ടവരെ, കുറുക്കിയ പരുവം ഇതാണ്. അപ്പം നിങ്ങൾ ആരും മറക്കാൻ നിൽക്കണ്ട. കുറുക്കിയ പരുവം ഇതാണ്. ഒന്നുകൂടി പഞ്ചാര ലായനി കുറുക്കിയെടുത്തതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറുക്കിയെടുക്കൂ പ്രിയപ്പെട്ടവരെ, കുറുക്കിയെടുക്കൂ. ഇനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഇളക്കി യോജിപ്പിക്കൂ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഇളക്കി യോജിപ്പിക്കൂ. ഇനി ഓരോ ട്രിപ്പും നമ്മൾ ഇതിലേക്ക് പൊരിച്ചെടുത്തു ഇട്ട് കൊടുക്കൂ പ്രിയപ്പെട്ടവരെ, ഇട്ട് കൊടുക്കൂ. എന്നിട്ട് ഇതിൽ 4 ദിവസം കടന്നോട്ടെ. 4 ദിവസം അല്ല കേട്ടോ, 1 ദിവസം കടന്നാൽ മതി. 1 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ ഇതിലാണ് കടന്നോട്ടെ. അപ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. തുടക്കം ഞാനത് പറഞ്ഞിക്കണോ ഇല്ലയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോൾ വീഡിയോ അവിടെ നിന്നും പിടിച്ച് ഇവിടെ വരെ കാണാനൊന്നും ആകൂല. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിങ്ങളോട് പറയാണ്, എൻ്റെ തുടക്കം എൻ്റെ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ കറക്റ്റാണ് എന്ന് മനസ്സിലാകുക. തുടക്കം കണ്ട് തന്നെ നിങ്ങൾ ഇട്ടെറിഞ്ഞ് പോകാൻ നിൽക്കരുത്. തുടക്കം കണ്ട് നിങ്ങൾ ഒന്നിനും ഒരുങ്ങരുത് പ്രിയപ്പെട്ടവരെ. തുടക്കം എന്ന് പറഞ്ഞാൽ വെറും തുടക്കമാണ്, അത് അവസാനമല്ല. തുടക്കമാണ് അവസാനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങളുടെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്രിയപ്പെട്ടവരെ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഈ അവസരത്തിൽ തേൻമിഠായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദിയും നമസ്കാരവും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇതുപോലെ തേൻമിഠായി കുട്ടികളെല്ലാവരും എടുത്തു കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇവിടെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ കൺമുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഭരണിയിലാക്കി എടുക്കാം പ്രിയപ്പെട്ടവരെ. ഇതുപോലുള്ള മിഠായി നമുക്ക് ദോശമാവ് വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്? 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് വാങ്ങിയെടുത്താൽ നമുക്ക് 10 എണ്ണമല്ലേ പ്രിയപ്പെട്ടവരെ കിട്ടുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എത്ര എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, എത്ര രൂപക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ റെസിപ്പികൾ ഞാൻ ഇത് പൊളിച്ച് കാണിക്കുന്നു. കണ്ടില്ലേ, ഇത് പൊളിക്കുമ്പോൾ നിങ്ങൾക്ക് തേൻമിഠായിയുടെ പോലെ തോന്നുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇത്ര തോന്നിയാൽ മതി. എന്തിനാ നമുക്ക് കൂടുതൽ തോന്നുന്നത്? നമ്മൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ലേ ഈ റെസിപ്പി. അപ്പോൾ ഇത്രയും മതി പ്രിയപ്പെട്ടവരെ, ഇത്രയും മതി. ഞാനിത് പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണിത്. അന്ന് ഞാൻ അങ്ങനെ എടുത്തുവെച്ച വീഡിയോ അത്രേ രൂപത്തിലേ ആയിട്ടുള്ളൂ. പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ പഞ്ചസാര ലായനിയൊക്കെ ഇതിന്മേൽ പിടിച്ചിട്ട് വേറൊരു പരുവം, വേറെ ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കണ്ടില്ലേ, ഇതുപോലുള്ള ഒരു അവസ്ഥയാണ്. അപ്പം നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരു വീഡിയോ പൊറാട്ടയുടെ വീഡിയോ ആണ്, ചോറ് കൊണ്ടുണ്ടാക്കിയ പൊറാട്ട. ആ വീഡിയോ കണ്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ. എന്തു നല്ല പൊറാട്ടയാണ്. എന്നിട്ടും അതിന് വ്യൂസ് ഇല്ല. എന്താണ് സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നട്ടം തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കൊടുക്കൂ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ. ദോശമാവ് കൊണ്ട് അവരും ഉണ്ടാക്കി നോക്കട്ടെ ഇതുപോലെയുള്ള റെസിപ്പികൾ. ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കമൻറ്റ് ബോക്സ് വന്നിട്ട് കുത്തി നിറച്ചിട്ട് എന്നെ ചീത്ത വിളിക്കരുത് പ്രിയപ്പെട്ടവരെ. ദോശമാവിൻ്റെ ഇതാണല്ലോ ഉണ്ടാകുക. അല്ലാതെ തേൻമിഠായിയുടെ ഒരു റെസിപ്പിയാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്ന് പറയരുത്. നിങ്ങൾ ദോശമാവിൻ്റെ പരുവത്തിലും ദോശമാവിൻ്റെ ടേസ്റ്റിലും ദോശമാവിൻ്റെ സോഫ്റ്റിലും തേൻമിഠായിയുടെ കളറിലുമാണ് നമ്മുടെ ഈ മിഠായി ഉണ്ടാകുന്നത്. എന്നാലും നല്ല ടേസ്റ്റാണ് പ്രിയപ്പെട്ടവരെ. ലായനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്കിത് തേൻമിഠായി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എങ്കിലും സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തി റെസിപ്പി എന്നൊക്കെ പറയാം. തേൻ പിടിച്ചിരിക്കുന്നു. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആയിട്ടുണ്ട്.